ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ 6:30 മണിക്ക് തന്നെ ഷൂട്ടിന് പോകാൻ വേണ്ടി റെഡിയായി കേട്ടോ. അപ്പോൾ ഇന്നലെ കുറേ ഗ്ലിസറിൻ ഇട്ട് അഭിനയിക്കേണ്ടി വന്നു. അതാട്ടോ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നേരെ അമ്മ കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ നേരെ അത് കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചേ. നല്ല ചൂടോടെ കോഫി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേനും ഏകദേശം അമ്മ റെഡിയായി കഴിഞ്ഞു. നേരെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു റുട്ടീനാണ് രാവിലെ തന്നെ ഞാനിവിടെ വളർത്തുന്ന ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. എനിക്ക് എന്തെങ്കിലും ഒരു ചെടി വീട്ടിലുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ മണി പ്ലാന്റ് ഡെയിലി ഇതുപോലെ വെള്ളം ഇങ്ങനെ തൊട്ട് നനയ്ക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ വേര് നന്നായിട്ട് വളരുകയും ചെയ്യും, അതുപോലെ തന്നെ ഇലയ്ക്കും നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലമല്ല. അപ്പോൾ ഡെയിലി രാവിലെ ഇതൊക്കെ കണ്ടിട്ടാട്ടോ ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ വണ്ടി വന്നു എന്ന് പറഞ്ഞൊരു കോൾ വന്നായിരുന്നു. നേരെ ഞാൻ ഇറങ്ങി. നമ്മുടെ രാകേഷ് ചേട്ടൻ, അത് നമ്മുടെ എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ചേട്ടനാട്ടോ വണ്ടിയും കൊണ്ട് വന്ന് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി എപ്പോഴും എൻ്റെ കൂടെ ഹെയർ ഡ്രസ്സർ ഉണ്ടാവാറുണ്ട് കേട്ടോ. രഞ്ജിനി ചേച്ചി ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ രഞ്ജിനി ചേച്ചി ഇല്ല. ഞാൻ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി വലിയ കാര്യത്തിൽ ഡോർ തുറന്നപ്പോൾ രഞ്ജിനി ചേച്ചി ഇല്ല. പിന്നെ ചേട്ടനൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ യാത്രയായി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ദൂരമുണ്ട് കേട്ടോ. ഒരു 25 to 30 മിനിറ്റ്സ് എന്തായാലും ഉണ്ടാവും ലൊക്കേഷനിലേക്ക്. അപ്പോൾ ലൊക്കേഷൻ എത്തി. ഇവിടെയാണ് നമ്മൾ റെഡി ആവുന്നത്. ഇതാണ് നമ്മളുടെ ഷൂട്ട് ചെയ്യുന്ന വീട്. ഓക്കെ, അപ്പോൾ അവിടെ ഇത് ആക്ച്വലി സെറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര കണ്ണിന് കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഞാൻ എത്തുമ്പോഴത്തേനും തന്നെ എല്ലാവരും ഓടി വരും കേട്ടോ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടിയിട്ട്. എനിക്ക് ആക്ച്വലി അവർ പറയില്ലെങ്കിലും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ഫിഷ് ഫാമിൽ മീനുകളൊക്കെ ഞാൻ മിസ് ചെയ്യുമ്പോൾ, തീറ്റ കൊടുക്കലൊക്കെ മിസ് ചെയ്യുമ്പോൾ നേരെ ഇവിടെ വരിക ചെയ്യുക കേട്ടോ. ഇവനാണ് ചന്തുക്കുട്ടൻ. ഞാൻ ചന്തുക്കുട്ടൻ എന്ന് വിളിക്കുന്നത്. ഇവൻ്റെ ശരിക്കും പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവൻ നമ്മുടെ സ്ഥിരം സന്ദർശകനാണ് കേട്ടോ ലൊക്കേഷനിൽ. നമ്മൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ എപ്പോഴും ആ ചേച്ചി വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഭയങ്കര പോസിറ്റീവ് ഫീൽ അത് കാണുമ്പോൾ തന്നെ. ഇതാണ് നമ്മൾ റെഡി ആവുന്ന റൂമ്. ഇവിടെ ഞാൻ, ലാവണ്യ ചേച്ചി, പിന്നെ ഐശ്വര്യ, പിന്നെ പാറുക്കുട്ടി, അങ്ങനെയുള്ള എല്ലാവരും, എല്ലാ ലേഡി ആർട്ടിസ്റ്റുകളും ഇരിക്കുന്ന റൂമാണ് കേട്ടോ. ഇതാണ് എൻ്റെ സ്പേസ്. ഇത് എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്, അനീഷാണ് കേട്ടോ. ആൾ ഭയങ്കര കൂളാണേ. അപ്പത്തേനെന്താ ഞാൻ രാവിലെ പറഞ്ഞ രഞ്ജിനി ചേച്ചി എത്തി കേട്ടോ. ഞാനാ ചോദിക്കണ്ടേ എന്ത് പറ്റി? എപ്പോഴും എൻ്റെ കൂടെ ആണല്ലോ വരാറ്. ഇന്ന് വിവിന്റെ ഒക്കെ കൂടെ വന്നാൽ മതി. കിരൺ രാവിലെ എന്നെ അങ്ങോട്ട് തട്ടി. വാട്ടർ ബോട്ടിൽ ഈ വരുന്ന ആളിന്റെ എല്ലാം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എത്ര നാളെ കണ്ടിട്ട്. ഞങ്ങൾ വാനില പെർഫ്യൂം ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ആ അതെ 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 അതെ. അവളുടെ അരുണേട്ടൻ്റെ അവളുടെ ഫേവറേറ്റ്, അവളുടെ മാത്രമല്ല കേട്ടോ, എൻ്റെയും ഭയങ്കര ഫേവറേറ്റാണ് വാനില ഫ്ലേവർ സ്മെല്ല്. മറ്റേ നമ്മൾ ഇവള് ബോഡി ലോഷൻ, പിന്നെ പെർഫ്യൂം എല്ലാം ആണ്ട് എത്ര എണ്ണം ഉണ്ടെന്നറിയാം. ഇതെന്താ ബോഡി മിസ്റ്റ്, പിന്നെ പെർഫ്യൂം, പിന്നെ ബോഡി ലോഷൻ എല്ലാം വാനില. ഇത് പിന്നെ ക്യാരമലും കൂടെ മിക്സ് ആണ് കേട്ടോ. ഈ സ്മെല്ലാണ് നമ്മുടെ ഐഷുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്മെൽ. ഐഷുവിൻ്റെ മാത്രമല്ല എൻ്റെയും. ഓക്കെ, പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആണെങ്കിലും ഇപ്പോൾ തൽക്കാലം ഞാൻ വേറെ പെർഫ്യൂമാണ് യൂസ് ചെയ്യണത് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ നിന്ന് ഞാൻ ഷെയർ ചെയ്യും. സത്യത്തിലുണ്ടല്ലോ ഇത് കൊള്ളാം കേട്ടോ. ഇത് വാനിലയുടെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അടിച്ച് കഴിയുമ്പോഴത്തേനും കടിച്ച് തിന്നാൻ തോന്നും. അത്രയ്ക്ക് നല്ല ഫ്ലേവറാണ്. ഐസ്ക്രീം കൊണ്ടുവന്ന പോലെ ഫീൽ അല്ലേ? അല്ലേ? ആ ഇത് അടിപൊളിയാണ് കേട്ടോ. വേണ്ടത് പ്രൊമോഷനാന്ന് വിചാരിക്കും. പ്രൊമോഷൻ അല്ല ഗൈസ്. മേക്കപ്പ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഫൗണ്ടേഷനും സ്റ്റോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുക. അങ്ങനെ മേക്കപ്പ് ഡൺ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പോർഷൻ ഐസ് ആണേ. അപ്പോൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞു. അങ്ങനെ അതും ഡൺ. അപ്പോൾ എനിക്ക് വിശന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചേ. അമ്മയുടെ ഫുഡ് എനിക്ക് നിർബന്ധമാട്ടോ. എവിടെ പോയാലും, യാത്ര പോയാലും അതെ, ലൊക്കേഷനിലാണെങ്കിലും അതെ. പാവം അതുപോലെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് എനിക്ക് എല്ലാം ഉണ്ടാക്കി തരുകയും ചെയ്യും കേട്ടോ. പിന്നെ കട്ടൻ ചായയും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാ, ബ്രേക്ക്ഫാസ്റ്റ് ഡൺ. അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഹെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. എൻ്റെ മുടി കംപ്ലീറ്റ് സ്പ്രേ അടിച്ച് നശിപ്പിക്കുന്ന രഞ്ജിനി ചേച്ചി. നേരെ ഞാൻ അടിക്കാറില്ല, ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് പൊതുവെ സാധാരണ ഹെയർ ഡ്രസ്സർമാർ അങ്ങനെയല്ല, ശ്രദ്ധിക്കും. അതെ അമ്മ രഞ്ജിനി ചേച്ചി രാവിലെ തന്നെ അമ്മ ട്രോളിങ് ആണല്ലോ ഭയങ്കര. പ്രത്യേകിച്ച് തന്നെ
എന്താന്നറിയത്തില്ല, ക്യാമറ കാണുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത വെപ്രാളം. എല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ മുടിയുടെ രഹസ്യം എന്താണ്. രാവിലെ തന്നെ ക്രിമ്പും ചെയ്ത് ഹെയർ സ്റ്റൈലും ചെയ്ത് ഇങ്ങനെ സ്പ്രേ തേച്ച് വയ്ക്കും. അതാണ് എൻ്റെ മുടിയുടെ രഹസ്യം അല്ലേ രഞ്ജനീച്ചി? രഞ്ജനീച്ചി ആയതുകൊണ്ട് കയ്യിൽ സ്പ്രേ അടിച്ചിട്ട് തലത്തേക്കാറുള്ളൂ. ആണ്ട് ഈ ഹെയർ സ്റ്റൈലേ ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ ചെയ്യണമെന്നൊന്ന് കാണിച്ചു കൊടുക്കണം. അത്ര ഒരു ദിവസം ചെയ്യാം. ഇത് ആക്ച്വലി ഒറിജിനൽ പൂവല്ല കേട്ടോ. കണ്ടാല് മറ്റേ പിച്ചി പൂ പോലെ ഇരിക്കും കണ്ടുകഴിഞ്ഞാൽ. എന്നെ അല്ല കേട്ടോ, മേഘ്ന എന്നല്ലേ വിളിച്ചത് കേട്ടത്. സുദേവ കേറിയെന്ന് ചോദിച്ചു. എൻ്റെ വെറുതെ ഒരു വേസ്റ്റായി. ഇനി ഞാൻ താലിമാലയും ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് വരാം കേട്ടോ. ബാക്കിയൊക്കെ ഡണ്ണ. ഗുഡ് മോർണിംഗ്. ഷൂട്ടിന് വേണ്ടി റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഞാനും മീനും ആകാശും കൂടെയുള്ള സീനായിരുന്നു കേട്ടോ. അത്യാവശ്യം ചെറിയ തോതിലൊരു മഴയുണ്ടായിരുന്നേ. കൃത്യടക്കി അവന് വേറൊരു കീ ഉണ്ടെന്നും പറഞ്ഞ് വീരവാദം മുഴക്കിയിട്ട് എവിടെയാണ് എടുത്ത് കാണിക്കടാ. സാരില്ല പോട്ടെ. ഇതൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഇവന്റെ വിച്ചേട്ടന്റെ വണ്ടിയുടെ ഒന്നും തുറക്കാൻ പറ്റുന്നില്ല വിച്ചേട്ടാ. കൊറേ നേരം ഏതൊരു കീ കാണിക്കാന്ന് പറഞ്ഞിട്ട് നീ സീൻ കഴിഞ്ഞാലെങ്കിലും കാണിക്കൂടെ? സംശയമാ. അതെ എനിക്ക് കീ ഇല്ലെന്നതാ വന്നേ. എൻ്റെ അമ്മേ, നല്ലൊരു കാറ്റ് വന്നു. പേടിച്ചു. ഈ ദൂരം ചിലരൊക്കെ പട്ടപ്പട്ടേന്ന് അടിക്കുമായിരുന്നു. ഡ്രസ് ചേഞ്ച്. മഴയൊക്കെ നന്നായിട്ട് പെയ്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ചൂടുവെള്ളം കുടിക്കാമെന്ന്. തൊണ്ടയ്ക്ക് ഒരുമാതിരി കരകരയെന്നുണ്ടായിരുന്നു. ഈ ജ്വല്ലറി ഉണ്ടല്ലോ, എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് തന്നതാണ്. മിക്ക എത്തനിക് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ്. പിന്നെ ഞാൻ നേരെ ഇപ്പുറത്തെ വീട്ടിലേക്ക്, നമ്മുടെ റെഡി ആയിട്ട് ഇരിക്കാൻ വീട്ടിലില്ലേ, ആ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും ഞാനൊരു കാഴ്ച കണ്ട്. അടച്ചിരിക്കുന്ന റൂമിൽ ഒരു വിളിക്കാത്ത അതിഥി വന്നിരിക്കുവാണ്. നല്ല ചുരുണ്ട് കൂടി മഴയത്ത് നല്ല ഉറക്കമാണ് കേട്ടോ. നോക്കിയേ, നല്ല മഴയത്ത് നല്ല ചുരുണ്ട് കൂടി ഉറക്കാം. അറിയാണ്ട് ഞാൻ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും ഷൂട്ട് തുടങ്ങി. ഷൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു കേട്ടോ. മഴയത്ത് നല്ല മഴയത്ത് ഷൂട്ടിങ് കേക്ക മുണ്ടും കൂടെ പടക്കി കുത്തി നിൽക്കുക. കുറച്ച് താഴെ നോക്കണേ, മുഴുവൻ അപ്പ് നോക്കട്ടെ. അടിപൊളിയല്ലേ? എന്ത് കേക്കുവാ? ചോറാ? എന്ത് കേക്കുവാന്നാ ചോദിച്ചേ. മുട്ട വറുത്തത്, തക്കാളിക്കറി, പിന്നെ ഉണക്കമീൻ വറുത്തത്, ഇതൊക്കെ അമ്മ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സോയാബീൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ ചോറും പപ്പടവും. സോ ഇത്രയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഉച്ചയ്ക്കത്തെ ചോറ് ഉണ്ടത് കേട്ടോ. എല്ലാം കൂടെ നല്ല ടേസ്റ്റായിരുന്നേ. നമ്മൾ എന്തൊക്കെ തന്നെയെന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്നതിൻ്റെ രുചിയുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണല്ലേ. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെയെന്ന് എനിക്കറിയാം. അപ്പോൾ എത്ര പേർക്ക് അങ്ങനെ തോന്നാറുണ്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി കറണ്ട് പോയിരിക്കുകയാണ്. എൻ്റെ ഫോണിൻ്റെ ചാർജ് 1% ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അത് പഴംപൊരിയൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കട്ടെ. അവൾ ഗുഡ് ഗേൾ. ഒരു സമയത്ത് ചാർജ് ചെയ്ത് ഇടില്ല, ഞാൻ ചാർജ് ചെയ്ത് ഇടണം. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഞാൻ ചാർജ് ചെയ്ത്.
ആസ് യൂഷ്വൽ. താങ്ക് യു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റേ. അപ്പോൾ ഞാനും ബാലച്ചനും മാത്രമുള്ള സീക്വൻസ് ആയിരുന്നു. നമ്മൾ ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെർമോക്കോൾ പിടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന ആൾ ഇന്ന പണി ചെയ്യണം അങ്ങനെയൊന്നുമില്ല നമുക്ക്. സോ അതെന്താ പറയുക, അതൊരു ടോക്കൺ ഓഫ് ലവ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സീനിൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങട്ടെ. എങ്ങനെ പറ്റുന്നു ഒരേ സമയത്ത് 2 ജോലി ചെയ്യാൻ? എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ റെഡി ആവുന്ന വേറെ വീട്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വേറെ വീട് എന്നുള്ളത്. ഈ വീട്ടിൽ നമ്മൾ റെഡി ആവുന്നത്, ഈ വീട് ആക്ച്വലി സെറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ്ലി ഈ സീരിയലിന് വേണ്ടിയിട്ട് മാത്രം സെറ്റ് ഇട്ടതാണ്. സോ ഇത് കൃഷ്ണമംഗലം, ഇത് തൊട്ടിപ്പുറത്ത് ഈ ഒരു കോമ്പൗണ്ട് അപ്പുറത്ത് തന്നെ ദേവമംഗലം. അങ്ങനെയാണ് ഈ സീരിയലിൻ്റെ കഥ വരുന്നതല്ലോ. സോ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഹോൾ സംഭവങ്ങളൊക്കെ. സോ ഈ വേലി അടക്കം സെറ്റ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ലോൺ ഏരിയ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചുമ്മാ ഒരു ലാൻഡ് എടുത്തിട്ടാണ് ചെയ്തതെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. അതുപോലെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ നമ്മൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഹാള് പോലെ ഉണ്ടാവും. ഈ സീരിയൽ കണ്ടവർക്ക് അറിയാൻ പറ്റും, മോസ്റ്റ് ഓഫ് ദ സീൻസ് നമ്മൾ ഈ ഹാളിൽ ചെയ്യുക. സൈഡിൽ പൂജാമുറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാലച്ചൻ്റെ റൂം ഒരു ഗ്രീനിഷ് കളറിൽ പെയിൻ്റൊക്കെ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തെ സൈഡിൽ തന്നെ വേറൊരു റൂമുണ്ട് കേട്ടോ. നമ്മുടെ ആകാശിൻ്റെയും മീനാക്ഷിയുടെയൊക്കെ റൂമായിട്ട് എടുക്കുന്ന ഒരു റൂമാണ് ഇത്. ഇതൊരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുള്ള റൂമാണ്. ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. സോ ഇതിൻ്റെ സൈഡിലാണ് കിച്ചൺ സെറ്റപ്സ് ഒക്കെ ഉള്ളത് കേട്ടോ. സോ അതാണ് നമ്മളുടെ സാന്ത്വനത്തിലെ ഞങ്ങളുടെ വീട്. അപ്പോൾ അതാ ലാവുച്ചിയും, ഞാൻ ലാവണ്യേച്ചിനെ ലാവുച്ചി എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ ലാവണ്യേച്ചിയും ഞാനും പിന്നെ മീനുവും പിന്നെ അതുപോലെ തന്നെ ബാലച്ചനും ആകാശും അരുണേട്ടനും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു സീന് ഞങ്ങൾ അങ്ങനെ ചെയ്ത് കേട്ടോ. ഇന്നത്തോടെ തീർക്കോ ഈ ബോട്ടില്? അരുണേട്ടൻ എന്ത് പറയണ്ട? അരുണേട്ടാ അവള് പറയാ 1 ലിറ്റർ കുടിച്ചാൽ തന്നെ ഭാഗ്യെന്ന്. ആരുടെ വക കൊട്ടേഷനാ? മണി 4 മണി. അവള് കുടിച്ച വെള്ളം കാണിച്ച ബോട്ടില് അടുത്ത് കാണിക്കും, കാണുന്നുണ്ട്. ആ സൂപ്പർ. ഞളങ്ങിയ നമ്മുടെ ഐഷുവിൻ്റെ വക കുറേ ഫോട്ടോഷൂട്ട്സ് ആയിരുന്നു കേട്ടോ. പിന്നെ അത് ഞങ്ങളിങ്ങനെ കുറേ പേര് നോക്കി നിൽക്കുമായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അവളിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണതാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടിക്കറ്റ് എനിക്ക് സോ ബ്യൂട്ടിഫുൾ. കുഞ്ഞുമാവ എത്രാം ക്ലാസ്സിലാ പഠിച്ചേ? 2ാം ക്ലാസ്സിലാ. 2ാം ക്ലാസ്സിലാണോ? മാവയുടെ പേരെന്താ? ടുട്ടുമോനാണോ? എന്റെ ക്ലാസ്സിലാ വാട്ടർ ബോട്ടിലുണ്ടോ? വാട്ടർ ബോട്ടില് മീനൊന്ന് കയ്യിലൊന്ന് വാട്ടർ ബോട്ടില് വലിയ വാട്ടർ ബോട്ടില് കണ്ടില്ല. എനിക്ക് കൂൾ ബാഗ് ഒന്നും കിട്ടിയില്ല. വല്ല 50 കവറിലും കൊണ്ടുപോകണം. പങ്കെടുക്കാവാശിയാ കാളം പാറ്റി വിളിച്ചു വിളിക്കാടാ. നിങ്ങൾ 2 പേരും പോതാ. ആരുടെയാ ഇതാരുടെ ചെലവാ? ആരുടെ? ലാവുഷിന്റെ ചെലവാണോ? ഇതെന്ത് മറ്റേ കഴുത വരണ പോലെ ഉണ്ട്. ചേച്ചി അടിപൊളി ചേച്ചി, സൂപ്പർ. വിശക്കണേ ദൈവമേ, എന്നും ചേച്ചിക്ക് ഇതുപോലെ വിശക്കണേ.
ഇനി ഡെയിലി രാവിലെ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇത് നമ്മുടെ യൂണിറ്റിലുള്ള ചച്ചു ആടെ. ചച്ചു എന്നെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുവാണേ. ബാലച്ച. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞ് കേട്ടോ. ഷൂട്ട് കഴിഞ്ഞ് നേരെ ഫ്രഷപ്പ് ആയിട്ട് വന്നേക്കുമായിരുന്നു. ഫ്രഷപ്പ് ആയിട്ട് വന്നപ്പോഴത്തേനും അമ്മ പുഴുങ്ങിയ പഴം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആക്ച്വലി എനിക്ക് പിസ്സ കഴിച്ചുകൊണ്ട് അധികം വിശക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും കഴിച്ച് കിടക്കാമെന്ന് വിചാരിച്ച് കഴിച്ചു. അപ്പം അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. കുറേ നല്ല നല്ല മെമ്മറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.